ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. ഏശയ്യ 50:5. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശദീകരണമാണ് സഹനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനായി കഴിയും. കർത്താവെ, ഈ സഹനത്തിലൂടെ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് തരം സമർപ്പണമാണ് അങ്ങ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഞാൻ ഇതിനോട് ക്ഷമയോടെ വർത്തിക്കേണ്ടത്? ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ദൈവത്തിന്റെ തിരുമനസ്സിനോട് സഹകരിക്കാൻ പറ്റുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവമായ കർത്താവ് എൻ്റെ കാതുകളെ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയസമർപ്പണത്തോടെ ഞാൻ ആ ക്ലേശങ്ങളെ ദൈവം അനുഗ്രഹിച്ച വഴികളിലൂടെയോ സാഹചര്യങ്ങളെ പരിഗണിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിനൊത്ത് എനിക്കും ഉയരാനായി കഴിയും. പലപ്പോഴും നമ്മൾ ഞെരുക്കത്തിന്റെ നടുക്കിൽ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കാറ്. അപ്പോൾ ആ ഞെരുക്കത്തിൽ തന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ ആന്തരികമായ വിശദീകരണം, പിന്നീട് ദാഹ്യമായ നന്മയും ദൈവം പ്രദാനം ചെയ്യും. ഇപ്പോൾ ജോബിന്റെ ജീവിതം നോക്കുമ്പോൾ ജോബ് ഒത്തിരിയേറെ ഞെരുക്കത്തിന്റെ ഇടയ്ക്ക് സംസാരിച്ചു. എന്നാൽ ദൈവം ജോബിന്റെ കാതുകൾ പലതരത്തിലൂടെ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ജോബ് പറയുന്നുണ്ട്, കർത്താവെ, ഇത്രയും നാൾ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അങ്ങയെ കാണുന്നു, അതുകൊണ്ട് ഞാൻ അനുതാപിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ കാതുകൾ തുറന്നും നമ്മുടെ കർത്താവ് എളിമപ്പെടുത്തുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ ചേരാനും പറ്റും. അങ്ങനെ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ തേടി നിത്യജീവന് അർഹരായി തീരാം.